ഹായ് ഓൾ, വെൽക്കം ടു V4 സിവിൽ. ഇന്ന് നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന സബ്ജക്റ്റിലെ പുതിയൊരു ചാപ്റ്ററാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നോർമലി എല്ലാ കൺസ്ട്രക്ഷൻ വർക്കും ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് ചില സപ്പോർട്ട് വർക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചില ടെമ്പററി സ്ട്രക്ചേഴ്സ് നമുക്ക് ആവശ്യമായിട്ട് വരും. അങ്ങനെയുള്ള ചില അറേഞ്ച്മെൻറ്റ്സ് ആണ് സ്കെഫോൾഡിങ്, ഷോറിങ്, അണ്ടർപിന്നിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നും എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്താണ്, അത് ഓരോന്നും ഏത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്കെഫോൾഡിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ സ്കെഫോൾഡിങ് എന്ന് വെച്ചാൽ നമ്മൾ നോർമലി എല്ലാ കൺസ്ട്രക്ഷൻ വർക്കിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഫോം ഓഫ് വർക്കാണ് സ്കെഫോൾഡിങ് എന്ന് പറയുന്നത്. സ്കെഫോൾഡിങ് എന്ന് വെച്ചാൽ നമ്മളൊരു വർക്ക് ചെയ്യുകയാണ്, ആ വർക്കിൻ്റെ ഹൈറ്റ് നമ്മളുടെ ഫ്ലോർ ലെവലിൽ നിന്നും 1.5 മീറ്ററിനേക്കാളും കൂടുതൽ വരുന്ന സമയത്ത്, when the height above floor level exceeds about 1.5 മീറ്റർ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്കൊരു ടെമ്പററി സ്ട്രക്ചർ ആവശ്യമായിട്ട് വരും. അത് നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ളൊരു ടിമ്പർ വെച്ചിട്ടാണ്. അങ്ങനെ ചെയ്യുന്നത് ഈസ് ഇറക്റ്റഡ് ക്ലോസ് ടു ദ വർക്ക് to provide a safe working platform. അപ്പോൾ സ്കെഫോൾഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്കെഫോൾഡിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ടു പ്രൊവൈഡ് എ ലിമിറ്റഡ് സ്പേസ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് പ്ലാന്റ് ആൻഡ് ബിൽഡിംഗ് മെറ്റീരിയൽസ്. കൂടാതെ വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതല്ലാതെ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ഒക്കെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് പോലെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ടെമ്പററി സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്കെഫോൾഡിംഗ് എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്, ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സ്കെഫോൾഡിംഗ് എന്ന് വെച്ചാൽ? ഒരു ടെമ്പററി സ്ട്രക്ചറാണ്. അതെപ്പോഴാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്? നമ്മളുടെ ഹൈറ്റ് ഫ്ലോർ ലെവലിനേക്കാളും 1.5 മീറ്റർ എക്സീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? വർക്കേഴ്സിന് ഒരു സേഫ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയൽസ് ആൻഡ് പ്ലാന്റ്സിന് ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് പോലെ നമ്മൾ കൊടുക്കുന്ന ഒരു ടെമ്പററി സ്ട്രക്ചറാണ് സ്കെഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതെന്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം? കൺസ്ട്രക്ഷന് യൂസ് ചെയ്യാം, ഡിമോളിഷൻ, മെയിൻ്റനൻസ് ഓർ റിപ്പയർ വർക്ക്. അപ്പോൾ കൺസ്ട്രക്ഷൻ മാത്രമല്ല, ഡിമോളിഷൻ അല്ലെങ്കിൽ റിപ്പയർ വർക്ക് നമ്മൾ കൂടുതലായിട്ടും കാണാറുള്ളത് നമ്മളെവിടെയൊക്കെ നമ്മൾ പെയിൻറ്റിങ് അങ്ങനെയുള്ള ഹൈറ്റുകളിലേക്ക് കൂടി പോകും തോറും ഉള്ള സമയത്താണ് നമ്മൾ സ്കെഫോൾഡിംഗ് ഒക്കെ യൂസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ കൺസ്ട്രക്ഷനും ഡിമോളിഷനും അതുപോലെ റിപ്പയർ വർക്കിനും മെയിൻ്റനൻസ് വർക്കിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കെഫോൾഡിങ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ ഓർത്തിരിക്കുക, ഈ ഒരു ഹൈറ്റ് 1.5 മീറ്ററാണ്. ഇനി ഈ സ്കെഫോൾഡിങ്ങിൻ്റെ സ്ട്രക്ചർ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ വരുന്ന ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ഓരോ ടേമും പേര് ഓർത്തിരിക്കുക, അതെന്താണെന്നുള്ളതും അറിഞ്ഞിരിക്കുക കേട്ടോ. ഫസ്റ്റ് വൺ ആണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ദ വേർട്ടിക്കൽ മെമ്പേഴ്സ് ഓഫ് ദ ഫ്രെയിം വർക്ക്. ആ ഒരു ഫ്രെയിം വർക്കിൻ്റെ, ഇപ്പോൾ നമ്മൾ ആ ഒരു എലിവേഷൻ വരയ്ക്കുകയാണെങ്കിൽ ആ ഫ്രെയിം വർക്കിൽ, ഇത് നമ്മുടെ ഗ്രൗണ്ട് ലെവലാണ്, അതിൽ നമ്മൾ വേർട്ടിക്കൽ മെമ്പേഴ്സ് ആയിട്ട് കൊടുക്കുന്ന കമ്പോണൻറ്റിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ എയ്തർ സപ്പോർട്ടഡ് ഓൺ ദ ഗ്രൗണ്ട് ഓർ ഡ്രംസ് ഓർ എംബഡഡ് ഇൻ ടു ദി ഗ്രൗണ്ട്. ഒന്നെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മൾ ഗ്രൗണ്ടിലേക്ക് എംബഡഡ് ആയിട്ടാവും കൊടുത്തിട്ടുണ്ടാവുക, അതല്ലെങ്കിൽ ഗ്രൗണ്ടിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ വേർട്ടിക്കൽ മെമ്പേഴ്സ്, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ പേരാണ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളത്. ദീസ് ആർ ദ വേർട്ടിക്കൽ മെമ്പേഴ്സ് ഓഫ് ദ ഫ്രെയിം വർക്ക്. ഓക്കെ, ഇനി സെക്കൻഡ് മെമ്പറാണ് ലെഡ്ജേഴ്സ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ്സ് വേർട്ടിക്കൽ മെമ്പർ ആണെങ്കിൽ ലെഡ്ജേഴ്സ് എന്താണ്? ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് ആണ്. They are the horizontal members of the framework and they are parallel to the wall. ഇപ്പോൾ ഇവിടെയാണ് നമ്മളുടെ വാൾ ഉള്ളത് എങ്കിൽ അതിന് പാരലായിട്ട് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന സ്കെഫോൾഡിങ്ങിൽ ആ ഒരു വാളിന് പാരലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലെഡ്ജസ് എന്ന് പറയുന്നത്. അവ സ്റ്റാൻഡേർഡ്സ് വേർട്ടിക്കൽ മെമ്പേഴ്സ് ആണ്,
ലെഡ്ജേഴ്സ് ഹൊറിസോണ്ടൽ മെമ്പേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ മെമ്പർ നമ്മൾ കണ്ടു, വെർട്ടിക്കൽ മെമ്പർ കണ്ടു. തേർഡ് വൺ ആണ് പുട്ട്ലോക്സ് എന്ന് പറയുന്നത്. പുട്ട്ലോക്സ് എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റാൻഡേർഡിനെയും ലെഡ്ജേഴ്സിനെയും കൂടാതെ നമ്മൾ ട്രാൻസ്വേഴ്സ് ഡിറക്ഷനിൽ കൊടുക്കുന്ന പീസുകളെയാണ് എന്തെന്ന് പറയുന്നത്? പുട്ട്ലോക്സ് എന്ന് പറയുന്നത്. ദേ ആർ ദ ട്രാൻസ്വേഴ്സ് പീസസ് which are placed on the ledgers and which are supported on the wall at one end. They are at right angles to the wall. അപ്പോൾ നമ്മുടെ wall ഇതാണ്, അതിന് റൈറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുക്കുന്ന ട്രാൻസ്വേഴ്സ് പീസിനെയാണ് നമ്മൾ പുട്ട്ലോക്സ് എന്ന് പറയുന്നത്. ആ പുട്ട്ലോക്സിൻ്റെ ഒരു എൻഡ് വാളിൽ സപ്പോർട്ടഡ് ആവും, അതർ എൻഡ് എന്താവും? നമ്മുടെ ലെഡ്ജേഴ്സിലാവും സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ സ്റ്റാൻഡേർഡ്സ് വെർട്ടിക്കൽ മെമ്പേഴ്സാണ്, ലെഡ്ജേഴ്സ് ഹൊറിസോണ്ടൽ മെമ്പേഴ്സാണ്. തേർഡ് വൺ പുട്ട്ലോക്സ്, അത് ട്രാൻസ്വേഴ്സ് പീസസ് ആണ് വിച്ച് ആർ പ്ലേസ്ഡ് ഓൺ ദ ലെഡ്ജേഴ്സ് ആൻഡ് സപ്പോർട്ടഡ് ഓൺ ദ വാൾ അറ്റ് വൺ എൻഡ്. അപ്പോൾ നമ്മളുടെ വാളിന് പാരലൽ ആയിട്ടുള്ള മെമ്പർ എന്ന് പറയുന്നത് ലെഡ്ജേഴ്സ് ആണ്, വാളിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മെമ്പർ എന്ന് പറയുന്നത് പുട്ട്ലോക്സ് ആണ്. ഓക്കെ, ഇനി ഫോർത്ത് മെമ്പറാണ് ട്രാൻസംസ് എന്ന് പറയുന്നത്. ദീസ് ആർ ഓൾസോ പുട്ട്ലോക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്വേഴ്സ് പീസസ് ആയിട്ടുള്ള പുട്ട്ലോക്സ് തന്നെയാണ് ട്രാൻസംസ് എന്ന് പറയുന്നത്. ബട്ട് ദെയർ ബോത്ത് എൻഡ്സ് ആർ സപ്പോർട്ടഡ് ഓൺ ദ ലെഡ്ജേഴ്സ്. അപ്പോൾ പുട്ട്ലോക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു എൻഡ് ലെഡ്ജേഴ്സിൽ സപ്പോർട്ടഡ് ആവും, ഒരു എൻഡ് വാളിൽ സപ്പോർട്ടഡ് ആവും. ഇവിടെ രണ്ട് എൻഡുകളും ലെഡ്ജേഴ്സിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പുട്ട്ലോക്സിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസംസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 4 ടേം നമ്മൾ പഠിച്ചു. ഇനി ഫിഫ്ത്ത് വൺ ആണ് കാണാൻ പോകുന്നത്. ദാറ്റ് ഈസ് ബ്രേസസ്. ദീസ് ആർ ദ ഡയഗണൽ ഓർ ക്രോസ് പീസസ് ഫിക്സ്ഡ് ഓൺ ദ സ്റ്റാൻഡേർഡ്സ്. സ്റ്റാൻഡേർഡ്സ് എന്തായിരുന്നു? നമ്മളുടെ വെർട്ടിക്കൽ മെമ്പേഴ്സ് ആയിരുന്നു അല്ലേ? വെർട്ടിക്കൽ മെമ്പേഴ്സാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഡയഗണലായിട്ട് കൊടുക്കുന്ന പീസിനെയാണ് എന്തെന്ന് പറയുന്നത്? ബ്രേസസ് എന്ന് പറയുന്നത്. These are the diagonal or cross pieces fixed on the standards. Okay, then next one ആണ് bridle എന്ന് പറയുന്നത്. This is a piece which is used to bridge an opening in a wall and it supports one end of the putlog at the opening. ഇതെന്താണ്? ഒരു ചെറിയ പീസാണ്. അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ആ വാളിലുള്ള ഒരു ഓപ്പണിങ്ങിനെ ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് സപ്പോർട്ട്സ് വൺ എൻഡ് ഓഫ് ദ പുട്ട്ലോഗ് അറ്റ് ദ ഓപ്പണിങ്. പുട്ട്ലോഗിൻ്റെ ഒരു എൻഡിനെ എന്ത് ചെയ്യുന്നുണ്ട്? അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ഗാർഡ് റെയിൽ എന്ന് പറയുന്നത്. ദിസ് ഈസ് എ റെയിൽ പ്രൊവൈഡഡ് ലൈക്ക് എ ലെഡ്ജർ അറ്റ് ദ വർക്കിംഗ് ലെവൽ. അപ്പോൾ ലെഡ്ജർ എന്തായിരുന്നു? നമ്മുടെ ഹൊറിസോണ്ടൽ മെമ്പർ ആയിരുന്നു, വാളിന് പാരലൽ ആയിട്ടുള്ള. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു റെയിലാണ് ഗാർഡ് റെയിൽ എന്ന് പറയുന്നത്. എവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്? അറ്റ് ദ വർക്കിംഗ് ലെവൽ. ഏത് ലെവലിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് അവിടെ കൊടുക്കുന്ന ലെഡ്ജറാണ് എന്ത്? ഗാർഡ് റെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടേം ഈസ് ടോ ബോർഡ്. ദിസ് ഈസ് എ ബോർഡ് പ്ലേസ്ഡ് പാരലൽ ടു ദ ലെഡ്ജേഴ്സ്. നമ്മളുടെ ലെഡ്ജേഴ്സിന്, ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് ആയിട്ടുള്ള ലെഡ്ജേഴ്സിന് പാരലലായിട്ട് കൊടുക്കുന്ന ബോർഡാണ് ടോ ബോർഡ് എന്ന് പറയുന്നത്. ആൻഡ് സപ്പോർട്ടഡ് ബിറ്റ്വീൻ പുട്ട്ലോക്സ്. അപ്പോൾ ലെഡ്ജേഴ്സിൽ പ്ലേസ് ചെയ്തിട്ടുള്ള, പാരലലായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള പുട്ട്ലോഗിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ബോർഡ് ആരാണ്? ടോ ബോർഡാണ്. ആൻഡ് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ടു വർക്ക് ആസ് എ പ്രൊട്ടക്റ്റീവ് മെഷർ ഓൺ ദ വർക്കിംഗ് പ്ലാറ്റ്ഫോം. നമ്മൾ വർക്ക് ചെയ്യുന്ന ലെവൽ ഏതാണോ ആ വർക്കിംഗ് പ്ലാറ്റ്ഫോമിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സേഫ്റ്റി മെഷറിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ആരെ? ടോ ബോർഡ് എന്ന് പറയുന്ന കമ്പോണൻറ്റിന്. നെക്സ്റ്റ് വൺ ഈസ് റേക്കർ. ദിസ് ഈസ് ആൻ ഇൻക്ലൈൻഡ് സപ്പോർട്ട്. അപ്പോൾ മുന്നേ നമ്മളൊരു ഇൻക്ലൈൻഡ് പറഞ്ഞിരുന്നു അല്ലേ? തൊട്ട് മുന്നേ നമ്മൾ എന്ത് പറഞ്ഞു? ബ്രേസസ് പറഞ്ഞപ്പോഴും പറഞ്ഞു ദീസ് ആർ ഡയഗണൽ ഓർ ക്രോസ് പീസസ് എന്ന് ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ റേക്കർ എന്ന് പറയുമ്പോൾ എങ്ങനെയാ വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ്സ് ഇവിടെ ഉണ്ട്, ഗ്രൗണ്ട് ലെവൽ ഇറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും എന്ത് ചെയ്യാണ്? ഗ്രൗണ്ടിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കൊടുത്തിട്ടുള്ള ആളുകളെയാണ് നമ്മൾ റേക്കർ എന്ന് പറയുന്നത്.
റൈക്കർ ദിസ് ആൻ ഇൻക്ലൈൻഡ് സപ്പോർട്ട്, ആ ഒരു സ്റ്റാൻഡേർഡ്സിനെ എർത്തിലേക്ക് ഗ്രൗണ്ടിലേക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഇൻക്ലൈൻഡ് മെമ്പേഴ്സാണ് റൈക്കർ എന്ന് പറയുന്നത്. ബ്രേസസ് എന്ത് ചെയ്യുന്നു? ഡയഗണൽ ഓർ ക്രോസ് പീസസ് ബിറ്റ്വീൻ ദ സ്റ്റാൻഡേർഡ്സ് ആയിരുന്നു. ആൻഡ് ദ വേരിയസ് മെമ്പേഴ്സ് ഓഫ് എ സ്കെഫോൾഡ് ആർ സെക്യൂർഡ് ബൈ മീൻസ് ഓഫ് ഡിവൈസസ് സച്ച് ആസ് നെയിൽസ്, ബോൾട്ട്, റോപ്പ് എക്സെട്ര. ആ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതുപോലെ നമ്മുടെ പുട്ട് ലോഗ്സ് ഉണ്ടാവും, ദെൻ ഇത് ക്രോസ് സെക്ഷൻ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ലെഡ്ജേഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള ഓരോ മെമ്പറും നമ്മുടെ സ്കെഫോൾഡിങ് എന്ന സ്ട്രക്ചറിൽ വരുന്നുണ്ടാവും. അപ്പോൾ ഇതിന് ഓരോന്നിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും? നെയിൽസോ ബോൾട്ടോ അല്ലെങ്കിൽ റോപ്പോ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവരെ ഓരോന്നിനും എന്ത് ചെയ്യുന്നുണ്ടാവുക? കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. അതായത് ഇപ്പോൾ നമ്മളൊരു ടിമ്പർ വെച്ചിട്ടുള്ള സ്കെഫോൾഡിങ് ആണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ റോപ്പ് വെച്ചിട്ടാവും ഓരോ മെമ്പറും, അതായത് സ്റ്റാൻഡേർഡിനെയും ലെഡ്ജേഴ്സിനൊക്കെ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ടാവുക? കണക്ട് ചെയ്യുന്നുണ്ടാവും. അതിപ്പോൾ സ്റ്റീൽ കൊണ്ട് യൂസ് ചെയ്യുന്ന സ്കെഫോൾഡിങ് ആണെങ്കിൽ നമുക്ക് ബോൾട്ടുകൾ യൂസ് ചെയ്യാം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിലെ ഓരോ മെമ്പേഴ്സിനെയും പരസ്പരം കണക്ട് ചെയ്ത് സെക്യൂർ ആക്കി നിർത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയാണ് കമ്പോണൻസ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ പറഞ്ഞത്? സ്കെഫോൾഡിങ് എന്താന്ന് പറഞ്ഞു. സ്കെഫോൾഡിംഗ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഒരു ടെമ്പററി സ്ട്രക്ചറാണ്. നമ്മളുടെ വർക്കിൻ്റെ ഹൈറ്റ് ഗ്രൗണ്ട് ലെവലിൽ നിന്നും അല്ലെങ്കിൽ ഫ്ലോർ ലെവലിലേക്ക് ഒരു ടെമ്പററി സ്ട്രക്ചറാണ് സ്കെഫോൾഡിംഗ് എന്ന് പറയുന്നത്. നമ്മളുടെ ഹൈറ്റ് ഫ്ലോർ ലെവലിനേക്കാളും 1.5 മീറ്റർ കൂടുന്ന സമയത്ത് നമ്മളൊരു സേഫ് വർക്കിംഗ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയലും പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നതിനുള്ള ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് പോലെ കീപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ് സ്കെഫോൾഡിംഗ് എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മൾ ടിമ്പർ യൂസ് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കാറുള്ളത്. കൂടാതെ നമുക്ക് കൺസ്ട്രക്ഷൻ വർക്കിനും ഡിമോളിഷൻ അതുപോലെ റിപ്പയർ വർക്കിനും മെയിൻ്റനൻസ് വർക്കിനും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? സ്കെഫോൾഡിംഗ് എന്നുള്ള സ്ട്രക്ചർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നമ്മൾ ഓരോ സ്ട്രക്ചേഴ്സ് പറഞ്ഞു. ഹൊറിസോണ്ടൽ മെമ്പറിനെ നമ്മൾ ലെഡ്ജേഴ്സ് എന്ന് പറഞ്ഞു. ദെൻ ദേ ആർ പാരലൽ ടു ദ വാൾ ആൻഡ് വേർട്ടിക്കൽ മെമ്പേഴ്സിനെ നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു. അത് നമ്മൾ ഗ്രൗണ്ടിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുണ്ടാവുക. ദെൻ പുട്ട് ലോഗ്സ് പറഞ്ഞു. ഈ ഒരു ലെഡ്ജേഴ്സിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് പീസിനെയാണ് നമ്മൾ പുട്ട് ലോഗ്സ് എന്ന് പറഞ്ഞത്. അത് നമ്മളുടെ വാളിന് എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾസ് ടു ദ വാൾ ആയിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വണ് ട്രാൻസംസ് എന്ന് പറയുന്നത്. ദീസ് ആർ ഓൾസോ പുട്ട് ലോഗ്സ്, ബട്ട് എന്താണ് വ്യത്യാസം? ബോത്ത് ദ എൻഡ്സ് ആർ സപ്പോർട്ടഡ് ഓൺ ദ ലെഡ്ജേഴ്സ് എന്നുള്ളതായിരുന്നു. നെക്സ്റ്റ് നമ്മൾ ബ്രൈസസ് പറഞ്ഞു. ബ്രൈസസ് എന്തായിരുന്നു? ഡയഗണൽ അല്ലെങ്കിൽ ക്രോസ് പീസസ് ആണ്. ദെൻ ദേ ആർ ഫിക്സ്ഡ് ഓൺ ദ സ്റ്റാൻഡേർഡ്സ്. നമ്മളുടെ സ്റ്റാൻഡേർഡ്സിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഡയഗണൽ അല്ലെങ്കിൽ ക്രോസ് പീസസ് ആണ് ബ്രേസസ് എന്ന് പറയുന്നത്. ദെൻ ബ്രിഡിൽ പറഞ്ഞു. അതെന്തിനായിരുന്നു? നമ്മുടെ ഓപ്പണിങ്ങിൽ, വാളിലുള്ള ഓപ്പണിങ്ങിന് ബ്രിഡ് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്യുന്ന ഒരു പീസാണ്. ദെൻ ഗാർഡ് റെയിൽ എന്ന് വെച്ചാൽ നമ്മളുടെ വർക്കിംഗ് ലെവലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലെഡ്ജർ പോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റെയിലാണ് ഗാർഡ് റെയിൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടോ ബോർഡ് പറഞ്ഞു. ടോ ബോർഡ് എന്ന് വെച്ചാൽ എന്തേനു? ദിസ് ഈസ് എ board placed parallel to the ledgers and is supported between put logs. It is provided to work as a protective measure on the working platform. ഒരു എക്സ്ട്രാ സേഫ്റ്റി കൊടുക്കുന്ന പോലെയുള്ളതാണ് ടോ ബോർഡ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വണ് റൈക്കർ പറഞ്ഞു. ദിസ് ഈസ് ആൻ ഇൻക്ലൈൻഡ് സപ്പോർട്ട്. നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുക്കുന്ന, അതായത് എർത്തിലേക്ക്, ആ സ്റ്റാൻഡേർഡിനെ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ട്രക്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എർത്തിലേക്ക്, ഗ്രൗണ്ടിലേക്ക് കൊടുക്കുന്ന കണക്ഷനെയാണ് റൈക്കർ എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു ഫിഗർ നോക്കാം നമുക്ക്. ഈ ഫിഗറിൽ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള നമ്മളുടെ വേർട്ടിക്കൽ മെമ്പേഴ്സ് ഇതാണ് നമ്മളുടെ വാള്. ആ വാളിന് കൊടുത്തിട്ടുള്ള, തൊട്ട് മുന്നേ ആയിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു വേർട്ടിക്കൽ മെമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ദെൻ അതിലേക്ക് ഈ വാളിന് പാരലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ പീസുകളെയാണ് എന്തെന്ന് പറഞ്ഞത്? ലെഡ്ജേഴ്സ് എന്ന് പറഞ്ഞത്. എങ്ങനെയാണ്? വാളിന് പാരലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ പീസുകളാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ദെൻ ലെഡ്ജറിൻ്റെ മുകളിലായിട്ട് വാളിന് റൈറ്റ് ആംഗിൾ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ മെമ്പറാണ് നമ്മുടെ പുട്ട് ലോഗ് എന്ന് പറയുന്നത്. ദെൻ റൈക്കർ ഇവിടെ കാണിച്ചിട്ടുണ്ട്, കണ്ടല്ലോ. നമ്മുടെ സ്റ്റാൻഡേർഡ്സിനെ ഗ്രൗണ്ട് സർഫസുമായി കണക്ട് ചെയ്യുന്ന ഇൻക്ലൈൻഡ് മെമ്പറാണ് റൈക്കർ എന്ന് പറയുന്നത്. അതുപോലെ ബ്രേസസ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. നമ്മളുടെ സ്റ്റാൻഡേർഡിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഡയഗണൽ അല്ലെങ്കിൽ ക്രോസ് പീസസ് ആണ് എന്തെന്ന് പറയുന്നത്? ബ്രേസസ് എന്ന് പറയുന്നത്.
ദെൻ പിന്നെ ടോ ബോർഡ് നമ്മൾ പറഞ്ഞു. അങ്ങനെ എല്ലാ കമ്പോണൻസും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് 3 എണ്ണമാണ്: സ്റ്റാൻഡേർഡ്, ലെഡ്ജേഴ്സ് ആൻഡ് പുട്ട് ലോഗ്സ്. സ്റ്റാൻഡേർഡ്സ് എന്ന് വെച്ചാൽ വെർട്ടിക്കൽ മെമ്പറാണ്, ഹൊറിസോണ്ടൽ മെമ്പറാണ് ലെഡ്ജേഴ്സ് എന്ന് പറയുന്നത്. ട്രാൻസ്വേഴ്സ് പീസിനെയാണ് നമ്മൾ പുട്ട് ലോഗ് എന്ന് പറയുന്നത്. അതിൽ വാളിന് പാരലലായിട്ട് കൊടുക്കുന്നത് ലെഡ്ജേഴ്സ് ആണ്, വാളിന് പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുക്കുന്നത് പുട്ട് ലോഗ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് പറയാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കെഫോൾഡിങ്ങുകളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ ഓരോന്നിനും ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്. എല്ലാ സ്ട്രക്ചേഴ്സും എല്ലാ ഡിഫറെൻറ്റ് ടൈപ്പ് സ്കെഫോൾഡിങ്ങും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇതിൽ ഫസ്റ്റ് വണ്ണാണ് സിംഗിൾ സ്കെഫോൾഡിങ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് സിംഗിൾ സ്കെഫോൾഡിങ്? നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സ്കെഫോൾഡിങ് ആണ്. ഇത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ബ്രിക്ക് വർക്കിനാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ ബ്രിക്ക് ലെയേഴ്സ് സ്കെഫോൾഡിങ് എന്നും പറയാറുണ്ട്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള പോർഷനാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. കാരണം ഇങ്ങനെയാവും ചോദിക്കുക, സിംഗിൾ സ്കെഫോൾഡിങ് ഈസ് ഓൾസോ നോൺ ആസ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ബ്രിക്ക് ലെയേഴ്സ് സ്കെഫോൾഡിങ് ഓൾസോ നോൺ ആസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? സിംഗിൾ സ്കെഫോൾഡിങ്ങിന് പറയുന്ന മറ്റൊരു പേരാണ് ബ്രിക്ക് ലെയേഴ്സ് സ്കെഫോൾഡിങ് എന്നുള്ളത്. വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. കൂടാതെ ബ്രിക്ക് വർക്കിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഏതാണ്? സിംഗിൾ സ്കെഫോൾഡിങ് ആണ്. അപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം, നമ്മൾ വൈഡ്ലി ബ്രിക്ക് വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്കെഫോൾഡിങ് ഏതാണ്? സിംഗിൾ സ്കെഫോൾഡിങ്, അതല്ലെങ്കിൽ ബ്രിക്ക് ലെയേഴ്സ് സ്കെഫോൾഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ ഒരു സ്കെഫോൾഡിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ റോ ഓഫ് സ്റ്റാൻഡേർഡ്സ്. ഒരൊറ്റ റോ സ്റ്റാൻഡേർഡ്സ് മാത്രമേ ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് അബൌട്ട് 1.2 മീറ്റർ ഫ്രം ദ വാൾ. അപ്പോൾ എങ്ങനെയാണ്? ഇപ്പം അതിൻ്റെ ഒരു എലിവേഷൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, സ്റ്റാൻഡേർഡ്സ് എലിവേഷൻ അല്ല, സെക്ഷനാണ്. ഇത് നമ്മളുടെ വാളാണെന്ന് വെക്കാം. വാളിൽ നിന്നും 1.2 മീറ്റർ മാറിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്? നമ്മൾ സ്റ്റാൻഡേർഡ്സ് കൊടുക്കുന്നത്. യെല്ലോ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് വെർട്ടിക്കൽ മെമ്പറാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ വാളിൽ നിന്നും 1.2 മീറ്റർ മാറിയിട്ട് നമ്മൾ ഒരൊറ്റ റോ ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ് സിംഗിൾ സ്കെഫോൾഡിങ്ങിൽ കൊടുക്കുന്നത്. ദെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സക്സസീവ് സ്റ്റാൻഡേർഡ്സ് ഈസ് അബൌട്ട് 2 to 2.5 മീറ്റർ. അതായത് ഇത് നമുക്ക് സെക്ഷനിൽ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എലിവേഷൻ വരയ്ക്കുകയാണെങ്കിൽ ഇതെല്ലാം സ്റ്റാൻഡേർഡ്സ്, ഒരൊറ്റ റോയിൽ കിടക്കുന്ന ഒരു 3 സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ കാണിക്കുന്നത് വെച്ചാൽ, ഈ സ്റ്റാൻഡേർഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 to 2.5 മീറ്റേഴ്സ് ആണ്. ഓക്കെ, then the ledges are then fixed to the standards at a vertical distance of about 1.2 meter to 1.8 meter. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ സ്റ്റാൻഡേർഡ്സ് ഇറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ലെഡ്ജേഴ്സ് പ്ലേസ്, ഇപ്പോൾ സെക്ഷൻ വരക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെറിയ പീസായിട്ടേ നമുക്ക് കാണുള്ളൂ. ലെഡ്ജേഴ്സ് പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ലെഡ്ജേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, അതായത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1.2 to 1.8 മീറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? സിംഗിൾ സ്കെഫോൾഡിങ് അല്ലെങ്കിൽ ബ്രിക്ക് ലെയേഴ്സ് സ്കെഫോൾഡിങ് എന്ന് പറയും. നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ബ്രിക്ക് വർക്ക് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഏറ്റവും വൈഡ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്കെഫോൾഡിങ് ആണ്. ഇതിൽ ഒരൊറ്റ റോ ഓഫ് സ്റ്റാൻഡേർഡ്സ് മാത്രമേ ഉള്ളൂ. ആ സ്റ്റാൻഡേർഡ്സ് വാളിൽ നിന്നും 1.2 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അതുപോലെ സക്സസീവ് സ്റ്റാൻഡേർഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 to 2.5 മീറ്റേഴ്സ് ആണ്. ദെൻ ലാസ്റ്റ് ലെഡ്ജേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.2 to 1.8 മീറ്റേഴ്സ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ ആരെ കൂടെ പറയണം? പുട്ട് ലോഗ്സിനെ കുറിച്ചും കൂടെ പറയണം അല്ലേ? ഓക്കെ, ദെൻ ദ പുട്ട് ലോഗ്സ് വിത്ത് വൺ എൻഡ് ഓൺ ദ ലെഡ്ജർ ആൻഡ് ദ അതർ എൻഡ് ഓൺ ദ വാൾ. അപ്പോൾ ട്രാൻസ്വേഴ്സ് ആയിട്ട് കൊടുക്കുന്ന പുട്ട് ലോഗ്സിൻ്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെമ്പറാണ് നമ്മുടെ പുട്ട് ലോഗ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എൻഡ് എന്താണ്? വാൾസിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്.
അതർ എൻഡ് നമ്മുടെ ലെഡ്ജറിലുമാണ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ വെർട്ടിക്കൽ മെമ്പറാണ് സ്റ്റാൻഡേർഡ്സ്, ഈ ഹൊറിസോണ്ടൽ മെമ്പറാണ് നമ്മുടെ ലെഡ്ജർ. ആ ലെഡ്ജറിലാണ് എന്ത് കണക്ട് ചെയ്തിട്ടുള്ളത്? പുട്ട് ലോഗിൻ്റെ ഒരു എൻഡ് കണക്ട് ചെയ്തിട്ടുള്ളത്, അതർ എൻഡ് ഓൺ ദ വാൾ. ആൻഡ് ദെൻ പ്ലേസ്ഡ് അറ്റ് എ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് എബൌട്ട് 1.2 to 1.8 മീറ്റർ. അപ്പോൾ പുട്ട് ലോഗ്സിൻ്റെയും ലെഡ്ജേഴ്സിൻ്റെയും ഡിസ്റ്റൻസ് എന്ത് തന്നെയാണ്? സെയിം ആണ്, 1.2 to 1.8 മീറ്റർ ആണ്. ദെൻ ദ ബ്രേസസ്, ഗാർഡ് റെയിൽ ആൻഡ് ടോ ബോർഡ് ആർ ഫിക്സഡ്. ഓക്കെ, അതിനുശേഷം മെയിൻ ആയിട്ടുള്ള സ്ട്രക്ചർ വരുന്നത് സ്റ്റാൻഡേർഡ്, ലെഡ്ജേഴ്സ് ആൻഡ് പുട്ട് ലോഗ്സ് ആണ്. അത് കറക്റ്റ് ഡയമെൻഷനിൽ നമ്മൾ പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തൊക്കെ കൊടുക്കും? ഗാർഡ് റെയിലും ബ്രേസസും ടോ ബോർഡൊക്കെ ഫിക്സ് ചെയ്ത് കൊടുക്കും. ആൻഡ് ദിസ് ഈസ് ഓൾ സംടൈംസ് നോൺ ആസ് പുട്ട് ലോഗ് സ്കെഫോൾഡിങ്. അപ്പോൾ 3 പേര് പറഞ്ഞു നമ്മൾ: സിംഗിൾ സ്കെഫോൾഡിങ്, ബ്രിക്ക് ലെയേഴ്സ് സ്കെഫോൾഡിങ്, പുട്ട് ലോഗ് സ്കെഫോൾഡിങ്. എന്തൊക്കെയായിരുന്നു പ്രത്യേകതകൾ? ബ്രിക്ക് വർക്ക് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. വെർട്ടിക്കൽ മെമ്പർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഒരൊറ്റ റോ മാത്രമേ ഉണ്ടാവുള്ളൂ. വാളിൽ നിന്നും 1.2 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ സ്റ്റാൻഡേർഡ്സ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ദെൻ സ്റ്റാൻഡേർഡ്സ് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് കൊടുക്കും? ലെഡ്ജേഴ്സ് പ്ലേസ് ചെയ്യും. ഈ ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് ലെഡ്ജേഴ്സ് പ്ലേസ് ചെയ്യും. ആ ലെഡ്ജേഴ്സിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? സക്സസീവ് സ്റ്റാൻഡേർഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 to 2.5 മീറ്റർ ആണ്. പിന്നെ നമ്മൾ ലെഡ്ജേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. ലെഡ്ജേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് 1.2 to 1.8 മീറ്റർ ഡിസ്റ്റൻസിലാണ്. ആൻഡ് ദെൻ പുട്ട് ലോഗ്സ് നമ്മൾ പ്ലേസ് ചെയ്യും. പുട്ട് ലോഗ്സിൻ്റെ ഒരു എൻഡ് വാളിലാണ്, മറ്റൊരു എൻഡ് ലെഡ്ജേഴ്സിലാണ്. ദെൻ അതിൻ്റെയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1.2 to 1.8 മീറ്റർ തന്നെയാണ്. ദെൻ അതിന് ശേഷം നമ്മൾ അതർ വരുന്ന ബ്രേസസും ടോ ഗാർഡും അങ്ങനെയുള്ള അതർ ഇതിനോട് സ്കെഫോൾഡിങ്ങിലേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഫിക്സ് ചെയ്ത് കൊടുക്കും. ആൻഡ് ലാസ്റ്റ് പറഞ്ഞു ഇതിനെ നമ്മൾ പുട്ട് ലോഗ് സ്കെഫോൾഡിങ് എന്നും കൂടെ പറയാറുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ 3 പേരുകൾ ഓർത്ത് വെക്കുക: സിംഗിൾ സ്കെഫോൾഡിങ് ഓർ ബ്രിക്ക് ലെയേഴ്സ് സ്കെഫോൾഡിങ് ഓർ പുട്ട് ലോഗ് സ്കെഫോൾഡിങ് എന്ന്. അതുപോലെ ബ്രിക്ക് വർക്കിന് കൺസ്ട്രക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രിക്ക് ലെയേഴ്സ് സ്കെഫോൾഡിങ് ആണ്, ഓർ സിംഗിൾ സ്കെഫോൾഡിങ് ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് വണ്ണിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഡബിൾ സ്കെഫോൾഡിങ് ഓർ മേസൺസ് സ്കെഫോൾഡിങ്. നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? സിംഗിൾ സ്കെഫോൾഡിങ് ഓർ ബ്രിക്ക് ലെയേഴ്സ് സ്കെഫോൾഡിങ് ആയിരുന്നു. ഇനി പറയാൻ പോകുന്നതാണ് ഡബിൾ സ്കെഫോൾഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ഹിയർ ഇറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ദ സിംഗിൾ സ്കെഫോൾഡിങ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് സ്റ്റോൺ വർക്ക്. അപ്പോൾ സിംഗിൾ സ്കെഫോൾഡിനേക്കാളും സ്ട്രോങ്ങർ ആണ് ഡബിൾ സ്കെഫോൾഡിങ് എന്ന് പറയുന്നത്. അതുപോലെ സ്റ്റോൺ വർക്ക് കൺസ്ട്രക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതൽ ഏതാണ്? മേസൺസ് സ്കെഫോൾഡിങ് ആണ്. അപ്പോൾ കണക്ട് ചെയ്ത് തന്നെ പഠിക്കുക. സിംഗിൾ സ്കെഫോൾഡിങ്, ബ്രിക്ക് ലെയേഴ്സ് സ്കെഫോൾഡിങ് യൂസ്ഡ് ഫോർ ബ്രിക്ക് വർക്ക് കൺസ്ട്രക്ഷൻ. ഡബിൾ സ്കെഫോൾഡിങ്, മേസൺസ് സ്കെഫോൾഡിങ് ആൻഡ് യൂസ്ഡ് ഫോർ സ്റ്റോൺ വർക്ക്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോൾ ഈ ഭാഗത്തുനിന്ന് ചോദിക്കാറുള്ളത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും കണക്ട് ചെയ്ത് തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി സിംഗിൾ സ്കെഫോൾഡിങ്ങിൽ നിന്ന് ഡബിൾ സ്കെഫോൾഡിങ്ങിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ഡിഫറൻസ് എന്ന് നോക്കാം. ഇവിടെ എങ്ങനെയാണ്? ദ ഫ്രെയിം വർക്ക് ഈസ് സിമിലർ ടു ദ സിംഗിൾ സ്കെഫോൾഡിങ് എക്സെപ്റ്റ് ദാറ്റ് 2 rows ഓഫ് സ്റ്റാൻഡേർഡ്സ് ആർ പ്രൊവൈഡഡ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? 2 rows സ്റ്റാൻഡേർഡ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പം ഇത് നമ്മളുടെ വാളാണ്. വാളിൽ നിന്നും മാറിയിട്ട് ഇത് ഫസ്റ്റ് റോ ഓഫ് സ്റ്റാൻഡേർഡ് ആണ്. ദെൻ സെക്കൻഡ് റോ ഓഫ് സ്റ്റാൻഡേർഡ്, ഫസ്റ്റ് റോ ഓഫ് സ്റ്റാൻഡേർഡ് ആൻഡ് ദ സെക്കൻഡ് റോ ഓഫ് സ്റ്റാൻഡേർഡ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഈ ഡബിൾ സ്കെഫോൾഡിങ്ങിൽ കൊടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? എങ്ങനെയാണ്? 2 rows ഓഫ് സ്റ്റാൻഡേർഡ്സ് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റിൽ സിംഗിൾ സ്കെഫോൾഡിങ്ങിൽ എങ്ങനെയായിരുന്നു? നമ്മൾ ഒരൊറ്റ റോ ഓഫ് സ്റ്റാൻഡേർഡ്സ് മാത്രമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫേസ് ഓഫ് ദ വാൾ ആൻഡ് ദ ഫസ്റ്റ് റോ ഓഫ് സ്റ്റാൻഡേർഡ് ഈസ് അബൌട്ട് 200 mm to 300 mm. ഈ വാല്യൂ എവിടെയാണ് വരുന്നത്? ഫേസ് ഓഫ് വാളിൽ നിന്നും ഫസ്റ്റ് റോ ഓഫ് സ്റ്റാൻഡേർഡ്സിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ് 200 to 300 mm എന്ന് പറയുന്നത്. ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 rows ഈസ് അബൌട്ട് 1 meter.
പിന്നെ ഇവിടെ നിങ്ങളുടെ ഡിസ്റ്റൻസ് എന്തോരം വരാം, ഒരു 1 മീറ്ററോളം വരാം. അപ്പോൾ അവിടെ എങ്ങനെയായിരുന്നു, ഫേസ് ടു റോ ഓഫ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 1.2 മീറ്റേഴ്സ് ആയിരുന്നു. ഏതിൻ്റെ കേസിൽ, സിംഗിൾ സ്കെഫോൾഡിങ്ങിൻ്റെ കേസിൽ. പക്ഷേ ഇവിടെ ഡബിൾ സ്കെഫോൾഡിങ്ങിൻ്റെ കേസിൽ ഫേസ് ഓഫ് വാളിൽ നിന്നും 200 to 300 mm മാറിയിട്ടാണ് എന്ത് കൊടുത്തിട്ടുള്ളത്, ഫസ്റ്റ് റോ ഓഫ് സ്റ്റാൻഡേർഡ്സ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് എബൌട്ട് ഒരു 1 മീറ്റർ കഴിഞ്ഞിട്ടുള്ളതാണ് നെക്സ്റ്റ് റോ ഓഫ് സ്റ്റാൻഡേർഡ്സ് കൊടുത്തിട്ടുള്ളത്. ദെൻ the rakers and cross braces may be provided to make the scaffolding more strong. അപ്പോൾ നേരത്തേൽ നമ്മൾ റേക്കേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ റേക്കേഴ്സും അതുപോലെ ക്രോസ് ബ്രേസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റേക്കേഴ്സ് എന്ത് ചെയ്യുന്നു, ഗ്രൗണ്ടിലേക്കുള്ള ഇൻക്ലൈൻഡ് സപ്പോർട്ട് ചെയ്യുന്നു. ക്രോസ് ബ്രേസസ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ ക്രോസ് ബാർസ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ കൂടുതൽ സ്ട്രെങ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കൊടുക്കാറുണ്ട്. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡിപെൻഡൻറ്റ് സ്കെഫോൾഡിങ്. എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഇൻഡിപെൻഡൻറ്റ് സ്കെഫോൾഡിങ് എന്ന് വെച്ചാൽ എന്തുതന്നെയാണ്, ഡബിൾ സ്കെഫോൾഡിങ് അതല്ലെങ്കിൽ മേസൺസ് സ്കെഫോൾഡിങ് തന്നെയാണ്. ഇത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റോൺ വർക്കിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ്. സിംഗിൾ സ്കെഫോൾഡിങ്ങിനേക്കാളും സ്ട്രോങ്ങർ ആണ്. ദെൻ ഇവിടെ നമ്മൾ 2 rows ഓഫ് സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫേസ് ഓഫ് വാളിൽ നിന്നും ഫസ്റ്റ് റോയിലേക്കുള്ള ഡിസ്റ്റൻസ് 200 to 300 mm ആണ്. ദെൻ 2 rows തമ്മിലുള്ള ഡിസ്റ്റൻസ് എബൌട്ട് 1 മീറ്റർ ആണ്. കൂടാതെ ഇവിടെ നമ്മൾ റേക്കേഴ്സും ക്രോസ് ബാർസും ഒക്കെ കൊടുക്കാറുണ്ട് ഫോർ അച്ചീവിങ് മോർ സ്ട്രെങ്ത്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അതിൻ്റെ ഒരു ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. സിംഗിൾ സ്കെഫോൾഡിങ്, ബ്രിക്ക് ലെയേഴ്സ് സ്കെഫോൾഡിങ് അല്ലെങ്കിൽ പൂട്ട്ലോഗ് സ്കെഫോൾഡിങ് യൂസ്ഡ് ഫോർ എന്തിനാണ്, കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിക്ക് വർക്ക്. ഇനി സെക്കൻഡ് വണ്ണിലേക്ക് വരുമ്പോൾ ഡബിൾ സ്കെഫോൾഡിങ് അല്ലെങ്കിൽ മേസൺ സ്കെഫോൾഡിങ്, അതുമല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് സ്കെഫോൾഡിങ് ആൻഡ് യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് സ്റ്റോൺ വർക്ക്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, സിംഗിൾ സ്കെഫോൾഡിങ്ങിൽ സിംഗിൾ റോ ഓഫ് സ്റ്റാൻഡേർഡ്സ് ആയിരുന്നു. പക്ഷേ നമ്മൾ ഡബിൾ സ്കെഫോൾഡിങ്ങിലേക്ക് വരുമ്പോൾ ദർ ഈസ് 2 rows ഓഫ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, പിന്നെ ഡിസ്റ്റൻസുകളൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഇതൊക്കെയാണ്. ഇനി തേർഡ് വൺ ആണ് കാൻറ്റിലിവർ ഓർ നീഡിൽ സ്കെഫോൾഡിങ്. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, സിമ്പിളായിട്ട് നമുക്ക് സ്കോർ ചെയ്യാവുന്ന ചാപ്റ്ററാണ്. ഡയറക്റ്റ് ആയിട്ട് തന്നെ ആവും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾ എന്തെന്നായാലും മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കുക. അപ്പോൾ നമുക്കിനി കാൻറ്റിലിവർ അല്ലെങ്കിൽ നീഡിൽ സ്കെഫോൾഡിങ് എന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ 3 പറഞ്ഞപ്പോഴും അവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, മറ്റ് നെയിമുകളും കൂടെ പറഞ്ഞിരുന്നു അല്ലേ. ഇപ്പോൾ കാൻറ്റിലിവറിനെ നമ്മൾ നീഡിൽ സ്കെഫോൾഡിങ് എന്ന് പറയും. അതുപോലെ ഡബിൾ സ്കെഫോൾഡിങ്ങിനെ നമ്മൾ മേസൺ സ്കെഫോൾഡിങ്ങോ അതല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് സ്കെഫോൾഡിങ് എന്നൊക്കെ പറയും. അപ്പോൾ ആ ഓർനെയിംസ് ഒക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക. റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കാൻറ്റിലിവർ സ്കെഫോൾഡിങ് എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. 3 സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, the proper hard ground is not available for the standards to rest. നമ്മൾ ഫസ്റ്റ് കമ്പോണൻസ് പറഞ്ഞപ്പോൾ സ്റ്റാൻഡേർഡ്സ് നമ്മളുടെ വേർട്ടിക്കൽ മെമ്പേഴ്സ് ആണ്. അതെങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, നമ്മൾ എർത്തിൽ ഗ്രൗണ്ട് സർഫസിൽ എംബഡഡ് ആയിട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സ്റ്റാൻഡേർഡ്സിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാർഡ് ഗ്രൗണ്ട് അവൈലബിൾ അല്ലാത്ത, അതായത് അവിടെ എന്താണ് ലൂസ് സോയിലാണ് എന്നുള്ളത്, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, കാൻറ്റിലിവർ സ്കെഫോൾഡിങ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ സെക്കൻഡ് കണ്ടീഷനാണ്, ഇറ്റ് ഈസ് ഡിസൈർഡ് ടു കീപ് ദ റോഡ് ഓർ പേയ്മെൻറ്റ് നിയർ ദ ഫേസ് ഓഫ് വാൾ ക്ലിയർ ഓഫ് ഒബ്സ്ട്രക്ഷൻ കോസ്ഡ് ബൈ ദ സ്കെഫോൾഡിങ്. അതായത് നമുക്കൊരു വാളിൻ്റെ അടുത്ത് എന്ത് ചെയ്യണം, റോഡ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒരു സ്കെഫോൾഡിങ് കൊടുത്താൽ എന്തായാലും അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന കേസിലും നമുക്ക് കാൻറ്റിലിവർ സ്കെഫോൾഡിങ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ തേർഡ് കണ്ടീഷനാണ്, ദ കൺസ്ട്രക്ഷൻ വർക്ക് ഈസ് ടു ബി ക്യാരിഡ് ഔട്ട് ഫോർ അപ്പർ പാർട്സ് ഓഫ് എ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ്. അതായത് ഇപ്പോൾ ഒരു 2-3 ഫ്ലോറുള്ള ഒരു 3 ഫ്ലോറുള്ള ഒരു ബിൽഡിംഗ് ആണ്. അത് ഓൾറെഡി മുന്നേ കൺസ്ട്രക്ഷനൊക്കെ കഴിഞ്ഞാണ്. പക്ഷെ അതിൻ്റെ 4th ഫ്ലോറിലാണ് ഇപ്പോൾ നമ്മുടെ വർക്ക് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ താഴത്തെ ഫ്ലോറിനൊന്നും ഒബ്സ്ട്രക്റ്റ് ചെയ്യാത്ത രീതിയിൽ
ആ മുകളിലത്തെ ഫ്ലോറിൽ മാത്രം സ്കെഫോൾഡിങ് കൊടുത്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കാൻഡിലീവർ സ്കെഫോൾഡിങ് ആണ്. അപ്പോൾ 3 കണ്ടീഷനാണ് പറഞ്ഞത്. ഫസ്റ്റ് വണ്ണ്, നമ്മളുടെ സ്റ്റാൻഡേർഡിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാർഡ് ഗ്രൗണ്ട് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ. സെക്കൻഡ് കണ്ടീഷൻ, നമ്മളുടെ വാളിന് അടുത്തായിട്ടൊരു റോഡോ അല്ലെങ്കിൽ പേയ്മെൻറ്റോ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്കെഫോൾഡിങ് കൊടുത്താലും ഒബ്സ്ട്രക്ഷൻ മസ്റ്റായിട്ടും ഉണ്ടാവും എന്നുള്ളൊരു സിറ്റുവേഷനിൽ. ആൻഡ് തേർഡ് വൺ പറഞ്ഞത് എന്തായിരുന്നു, ഒരു മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിൻ്റെ അപ്പർ പാർട്സിലാണ് നമ്മളുടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കാൻഡിലീവർ സ്കെഫോൾഡിങ്ങിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹിയർ ദ ജനറൽ ഫ്രെയിംവർക്ക് മേ ബി ഓഫ് സിംഗിൾ സ്കെഫോൾഡിംഗ് ടൈപ്പ് ഓർ ഡബിൾ സ്കെഫോൾഡിംഗ് ടൈപ്പ്. അപ്പോൾ ജനറൽ ആയിട്ട് ഈ ഒരു സ്കെഫോൾഡിങ്ങിൻ്റെ ഫ്രെയിംവർക്ക് നോക്കുമ്പോൾ ഒന്നുകിൽ സിംഗിൾ സ്കെഫോൾഡിങ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഡബിൾ സ്കെഫോൾഡിങ് അഡോപ്റ്റ് ചെയ്യാം. സ്ട്രെങ്ത്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതായത് എന്തൊക്കെ ഉണ്ടാവും, സ്റ്റാൻഡേർഡ് ഉണ്ടാവും, ലെഡ്ജേഴ്സ് ഉണ്ടാവും, പുട്ട് ലോക്സ് ഉണ്ടാവും, പിന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ബ്രേസസോ റൈക്കേഴ്സോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഉണ്ടാവും. ഇത് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ഇവിടെ ഡിഫറൻസ് എന്താണ് വരുന്നത്? Then these standards are supported by a series of needles or ties. അപ്പോൾ ഇവിടെ എക്സ്ട്രാ വരുന്ന ആളുകളാണ്. ഈ സ്റ്റാൻഡേർഡ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? എ സീരീസ് ഓഫ് നീഡിൽസ് ഓർ ടൈസ് ആർ പ്രൊവൈഡഡ് വിച്ച് ആർ taken out at floor levels or through openings or through holes kept in masonry. അതായത് നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നീഡിൽസ് അതല്ലെങ്കിൽ ടൈസ് എന്നുള്ള പറഞ്ഞ എക്സ്ട്രാ സ്ട്രക്ചേഴ്സ് കൊടുക്കുക, എക്സ്ട്രാ കമ്പോണൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്, എവിടേക്കാണ് കൊടുക്കുന്നത്? ഒന്നുകിൽ ഫ്ലോർ ലെവലിൽ നമുക്ക് കണക്ഷൻ ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ വാളിൽ, നമ്മളുടെ മെസൻട്രി വാളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ അതിൽ, അല്ലെങ്കിൽ അവിടെ ഹോൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെയൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇനി ഇവിടെ തന്നെ 2 ടൈപ്പ് കാൻഡിലിവർ സ്കെഫോൾഡിങ് അല്ലെങ്കിൽ നീഡിൽ സ്കെഫോൾഡിങ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് കാൻഡിലിവർ സ്കെഫോൾഡിങ് ഓഫ് പുട്ട് ലോഗ് ടൈപ്പ്. ഫസ്റ്റ് വൺ ആണ് കാൻഡിലിവർ സ്കെഫോൾഡിങ് ഓഫ് പുട്ട് ലോഗ് ടൈപ്പ്. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ദ നീഡിൽസ് ആർ സപ്പോർട്ടഡ് അറ്റ് ദ ഫ്ലോർ ലെവൽസ്. ഫ്ലോർ ലെവലിലാണ് നീഡിൽസ് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. Then the strutted through projections such as sills, cornice, courses, etc. അതായത് ആ പ്രൊജക്ഷൻസ് നമ്മൾ നീഡിൽ ഫ്ലോർ ലെവലിൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ആ നീഡിലിനെ നമ്മൾ സ്ട്രട്ട് ചെയ്തിട്ടുള്ള, സ്ട്രട്ട് ചെയ്യുന്നത് നമ്മൾ ഇൻക്ലൈൻഡ് മെമ്പറായിട്ട് കൊടുക്കുന്നത്, സ്ട്രട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള എവിടെയാണ്? സിൽസിലേക്കോ, അതായത് പ്രൊജക്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, സിൽസോ അല്ലെങ്കിൽ കോർണീസോ അല്ലെങ്കിൽ സ്ട്രിങ് കോഴ്സ് പോലെയുള്ളതിലേക്കാണ് സ്ട്രട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ദ ഇന്നർ എൻഡ് ഓഫ് ദ നീഡിൽ പ്രോജക്ട്സ് സഫീഷ്യൻ്റ്ലി ഇൻസൈഡ് ആൻഡ് ഈസ് വെൽ സ്ട്രട്ടഡ് ബിറ്റ്വീൻ ദ ഫ്ലോർസ്. ഈ ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഇതാണ് നമ്മുടെ കാൻഡിലിവർ സ്കെഫോൾഡിങ് ഓഫ് പുട്ട് ലോഗ് ടൈപ്പിൻ്റെ ഫിഗർ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ മെസൻട്രി വാൾ വരുന്നത്. അതിലേക്ക് 2 ഫ്ലോറാണ്. ഫസ്റ്റ് വൺ ഇതാണ്, സെക്കൻഡ് വൺ ഇതാണ് നമ്മളുടെ 2 ഫ്ലോറ്. ഈ ഫ്ലോറിൽ നിന്നും എന്താണ് നമ്മുടെ സ്കെഫോൾഡിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്കെഫോൾഡിങ്ങിൻ്റെ ജനറൽ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. ഓക്കെ, നമ്മളുടെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ലെഡ്ജേഴ്സ് ഉണ്ട്, പുട്ട് ലോക്സ് ഒക്കെ ഉണ്ട്. ദെൻ ഇവിടെ എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ള ആളാണ് ഈ നീഡിൽ എന്ന് പറയുന്ന ഈ ഒരു ഗ്രീൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതായത് സ്റ്റാൻഡേർഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് ഈ നീഡിൽസ് എന്ന് പറയുന്നത്. ആ നീഡിൽസ് എങ്ങനെയാണ്? ഫ്ലോറിനുള്ളിലേക്ക് സഫീഷ്യൻ്റ് ഒരു ലെങ്ത്ത് ഇൻസൈഡിലേക്ക് കൊടുക്കുന്നുണ്ട്. ദെൻ ആ ഫ്ലോർ ടു ഫ്ലോർ ഹൈറ്റ് നമ്മൾ പോസ്റ്റസും വെഡ്ജസ് ഒക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഹെൽഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു സ്ട്രട്ട് ചെയ്തിട്ട് എങ്ങനെയാണ്? സ്ട്രട്ട് ചെയ്തിട്ടുള്ളത് ഓപ്പണിങ്സിലൂടെ, ഈ ഒരു പോയിന്റിൽ ഓപ്പണിങ്സ് ആണ് വരുന്നത്. ആ ഓപ്പണിങ്സിലൂടെ ഇവിടെ വരുന്ന പ്രൊജക്ഷൻസ്, സിൽസ് അല്ലെങ്കിൽ കോർണിസ് അല്ലെങ്കിൽ സ്ട്രിങ് കോഴ്സ് പോലെയുള്ള ഇതിലൂടെയാണ് നമ്മൾ സ്ട്രട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതാണ് ഫസ്റ്റ് വണ്ണ് നമ്മൾ പറഞ്ഞത്. എന്തായിരുന്നു? കാൻഡിലിവർ സ്കെഫോൾഡിങ് ഓഫ് പുട്ട് ലോഗ് ടൈപ്പ്. ഇനി സെക്കൻഡ് വണ്ണാണ് കാൻഡിലിവർ scaffolding of independent type. Cantilever scaffolding of independent type എന്ന് പറയുന്നത്. ഓക്കെ,
ഇവിടെ എന്താ ചെയ്യുന്നത്? ദ നീഡിൽസ് ആർ പാസിങ് ത്രൂ ദ ഓപ്പണിങ്സ്. നീഡിൽസ് എവിടെ കൂടെയാണ് പാസ് ചെയ്യുന്നത്? ഓപ്പണിങ്സിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഇവിടെ ഫ്ലോർ ലെവൽസിലായിരുന്നു സപ്പോർട്ട് ചെയ്ത് കൊടുത്തിരുന്നത്. ആൻഡ് ആർ സ്ട്രട്ടഡ് ഓൺ ദ ഫ്ലോസ് ത്രൂ ദ ഓപ്പണിങ്സ്. സ്ട്രട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള എവിടെയാണ്? ഫ്ലോസിലാണ്. ഇവിടെ എങ്ങനെയാണ് സ്ട്രട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്? ത്രൂ പ്രൊജക്ഷൻസ് ആയിരുന്നു. ആൻഡ് ദ സ്യൂട്ടബിൾ ടിമ്പർ ബ്ലോക്സ് ഷുഡ് ബി ഇന്റർപോസ്ഡ് അറ്റ് ദ എൻഡ്സ് ഓഫ് സ്ട്രട്സ് ഓൺ ദ ഫ്ലോർ ലെവൽ. ഈ ഫ്ലോർ ലെവലിൽ നമ്മൾ സ്ട്രട്ടിങ് കൊടുക്കുന്ന സമയത്ത് അവിടെ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടിമ്പർ ബ്ലോക്ക്, അതിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ടിമ്പർ ബ്ലോക്കുകൾ കൊടുക്കണം എന്നുള്ളതാണ്. ഇതാണ് കാൻഡിലിവർ സ്കെഫോൾഡിംഗ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ടൈപ്പിൻ്റെ ഫിഗർ വരുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ഒരു പോർഷനാണ് നമ്മളുടെ ജനറൽ ഫ്രെയിം വർക്ക്. പുഡ്ലോഗ്, ലെഡ്ജർ, സ്റ്റാൻഡേർഡ്സ് ഒക്കെ നോർമലി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ നീഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനാണ് നമ്മുടെ നീഡിൽ വരുന്നത്. ഈ നീഡിൽ എവിടെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? ഈ മെസൻട്രി വാളിൽ ഒരു ഹോൾ അല്ലെങ്കിൽ ഓപ്പണിംഗ് ഉള്ള ഭാഗത്താണ് നമ്മളിത് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ദേ ആർ സ്ട്രട്ടഡ് ടു ദ ഫ്ലോർ ലെവൽ. ഈ ഒരു പോർഷനാണ് നമ്മളുടെ ടിമ്പർ ബ്ലോക്ക് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഫ്ലോർ ലെവലിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടിമ്പർ ബ്ലോക്ക് കൊടുക്കണമെന്ന്. അപ്പോൾ സ്ട്രട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഫ്ലോർ ലെവലിലേക്കാണ്. ആ ഫ്ലോറിൽ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടിമ്പർ ബ്ലോക്കുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? കാൻഡിലിവർ ടൈപ്പ് സ്കെഫോൾഡിങ്, അതല്ലെങ്കിൽ നീഡിൽ സ്കെഫോൾഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ നീഡിൽ സ്കെഫോൾഡിങ്ങിൽ നമ്മൾ കാര്യമായിട്ട് പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? 3 സിറ്റുവേഷൻസിലാണ് അത് യൂസ് ചെയ്യുന്നത്. അത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ജനറൽ ഫ്രെയിം വർക്ക് സിംഗിൾ സ്കെഫോൾഡിങ്ങോ അല്ലെങ്കിൽ ഡബിൾ സ്കെഫോൾഡിങ്ങോ ആവാം. പക്ഷെ വ്യത്യാസം വരുന്നത് എങ്ങനെയാണ്? സ്റ്റാൻഡേർഡ്സിനെ നമ്മൾ നീഡിൽസ് ഓർ ടൈസ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചേഴ്സ്, ഒരു കമ്പോണൻറ്റ് വെച്ചിട്ടാണ് കണക്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അത് എവിടേക്കാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെറ്റിങ് എവിടെയാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. കാൻഡിലിവർ സ്കെഫോൾഡിംഗ് ഓഫ് പുഡ്ലോഗ് ടൈപ്പ് ആൻഡ് കാൻഡിലിവർ സ്കെഫോൾഡിംഗ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ടൈപ്പ്. ഓക്കെ, ഇനി 4th വണ്ണാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് സസ്പെൻഡഡ് സ്കെഫോൾഡിംഗ്. സസ്പെൻഡഡ് സ്കെഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ നമ്മൾ ഇനി പറയുന്ന ക്ലാസിഫിക്കേഷനിലൊക്കെ വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്കെഫോൾഡിംഗ് ആണ്. സസ്പെൻഡഡ് സ്കെഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ വെരി ലൈറ്റ് ടൈപ്പ് ഓഫ് സ്കെഫോൾഡിംഗ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഫോർ ദ മെയിൻ്റനൻസ് വർക്ക്. നമുക്ക് എന്തിന് മാത്രമേ പറ്റുള്ളൂ? കൺസ്ട്രക്ഷൻ വർക്കിന് പറ്റില്ല. മെയിൻ്റനൻസ് വർക്കുകൾക്ക്, അതായത് പെയിൻറ്റിങ്, പോയിൻറ്റിങ്, വൈറ്റ് വാഷിംഗ് ഒക്കെ പോലെയുള്ള മെയിൻ്റനൻസ് വർക്കുകൾക്ക് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സസ്പെൻഡഡ് സ്കെഫോൾഡിങ് യൂസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ആൻഡ് ദ വർക്കിംഗ് പ്ലാറ്റ്ഫോം ഈസ് സസ്പെൻഡഡ് ഫ്രം ദ റൂഫ്സ് by means of ropes, wires or chains, and arrangements are made such that the platform can be raised or lowered. ഇവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെ നമ്മൾ ഗ്രൗണ്ടിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഫ്ലോർ ലെവലിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ എങ്ങനെയാണ്? ഇപ്പോൾ നമ്മുടെ റൂഫ് ലെവൽ ഇതാണെങ്കിൽ ആ റൂഫ് ലെവലിൽ നിന്നും റോപ്സോ അല്ലെങ്കിൽ ചെയിൻസോ വയേഴ്സോ ഒക്കെ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് എന്ത് കൊടുത്തിട്ടുള്ളത്? നമ്മുടെ വർക്കിംഗ് പ്ലാറ്റ്ഫോം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചെയിന് അല്ലെങ്കിൽ ബെൽറ്റൊക്കെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഹൈറ്റ് കൂട്ടാനും കുറക്കാനൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് സ്കെഫോൾഡിംഗ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ഒബ്സ്ട്രക്ഷൻ ഓൺ ദ ഗ്രൗണ്ട്. എന്ത് ചെയ്യുന്നില്ല? ഇത് റൂഫിൽ നിന്നാണ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ താഴത്തെ സർഫസുകളിലേക്കൊന്നും ഗ്രൗണ്ട് ലെവലിലേക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്നും എന്ത് ചെയ്യുന്നില്ല? ഒരു തരത്തിലുള്ള ഒബ്സ്ട്രക്ഷനും ഇത് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ആൻഡ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് ആസ് ഇറ്റ് ഓൾവേസ് പ്രൊവൈഡ്സ് ദ ഒപ്റ്റിമം ലെവൽ ഫോർ വർക്കിംഗ്. അപ്പോൾ മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സ്കെഫോൾഡിംഗ് എന്ന് പറയുന്നത് സസ്പെൻഡ് സ്കെഫോൾഡിംഗ് ആണ്. അതിൻ്റെ റീസൺ എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് ദ ഒപ്റ്റിമം ലെവൽ ഫോർ വർക്കിംഗ് പ്ലാറ്റ്ഫോമായിട്ട് ഒപ്റ്റിമം ലെവൽ പ്രൊവൈഡ് ചെയ്യുന്നത് സസ്പെൻഡഡ് സ്കെഫോൾഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്? വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്കെഫോൾഡിംഗ് ആണ്. മോസ്റ്റ് എഫക്റ്റീവ് സ്കെഫോൾഡിംഗ് ആണ്. ഒപ്റ്റിമം ലെവൽ ഓഫ് വർക്കിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് സസ്പെൻഡഡ് സ്കെഫോൾഡിംഗ് ആണ്. അതുപോലെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി നമ്മൾ എന്താ പറഞ്ഞത്? ഇത് നമുക്ക് മെയിൻ്റനൻസ് വർക്കുകൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. റൂഫിൽ നിന്നും റോപ്പ്, ചെയിൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് വർക്കിംഗ് പ്ലാറ്റ്ഫോം കണക്ട് ചെയ്ത് കൊടുത്തിട്ടാണ്. അത് വെച്ചിട്ട് നമുക്ക് ഹൈറ്റ് എന്ത് ചെയ്യാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ കണ്ടോ, ഇവിടെ ഒരു ചെയിന് വെച്ചിട്ടാണ്
വർക്കിംഗ് പ്ലാറ്റ്ഫോമും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നില്ല, താഴേക്കുള്ള ലെവലുകളിലേക്ക്, ഗ്രൗണ്ട് ലെവലിലേക്കോ അല്ലെങ്കിൽ ഫ്ലോർ ലെവൽ, ഫസ്റ്റ് ഫ്ലോറിൽ അങ്ങനെയുള്ള ഇതിന് താഴേക്ക് വരുന്ന ലെവലുകളിലേക്ക് ഇത് യാതൊരു തരത്തിലുള്ള ഒബ്സ്ട്രക്ഷനും പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി 5th ടൈപ്പ് ഓഫ് സ്കെഫോൾഡിംഗ് ആണ് ട്രസിൽ സ്കെഫോൾഡിംഗ്. ട്രസിൽ സ്കെഫോൾഡിംഗ് ആൻഡ് the working platform is supported on movable contrivances such as ladders, tripods, etc. mounted on wheels. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവില്ലേ, ഇതിപ്പോൾ ട്രൈപ്പോഡിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ആ ഒരു വർക്കിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ടാണ് നമ്മളുടെ കൺസ്ട്രക്ഷൻ വർക്കോ അല്ലെങ്കിൽ മെയിൻ്റനൻസ് വർക്കോ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഇത് നമുക്ക് ട്രൈപ്പോഡ് കൊടുക്കാം, അതല്ലെങ്കിൽ ഇത് ലാഡേഴ്സാണ്, ലാഡേഴ്സോ ട്രൈപ്പോഡോ ഒക്കെ കൊടുക്കാം. അതിനിടയിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, വീൽസും നമ്മൾ മൗണ്ട് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് അതിനനുസരിച്ച് മൂവ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്കെഫോൾഡിങ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് this is useful for minor repairs or painting work inside the rooms, and the maximum height up to which this type of scaffolding can be adopted is about 5 meters from the supporting surface. ലാസ്റ്റ് പറഞ്ഞ സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് പറഞ്ഞുതരാം. ഇത് നമുക്ക് ചെറിയ ചെറിയ മൈനർ റിപ്പയർ വർക്കുകൾക്കോ അല്ലെങ്കിൽ പെയിൻറ്റിങ് വർക്കുകൾക്കോ ഇൻസൈഡ് ദ റൂമിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ നമ്മളുടെ സപ്പോർട്ടിംഗ് സർഫസിൽ നിന്നും 5 മീറ്ററിൽ കൂടുതൽ ഹൈറ്റ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഈ ഒരു ട്രസിൽ സ്കെഫോൾഡിങ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ലാസ്റ്റ് സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് സപ്പോർട്ടിംഗ് സർഫസിൽ നിന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് ഇതിന്ന് ക്വസ്റ്റ്യൻ വരാറുള്ളത്. ആ ഒരു സെൻറ്റൻസ് നോട്ട് ചെയ്ത് വെക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സ്റ്റീൽ സ്കെഫോൾഡിംഗ്. നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ആണ് സ്റ്റീൽ സ്കെഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ആ പേരിൽ തന്നെ കണക്ട് ചെയ്ത് പഠിക്കാം. നമ്മൾ ഇതുവരെ പറഞ്ഞ യൂഷ്വലി നമ്മൾ ടിമ്പറാണ് യൂസ് ചെയ്യുക എന്ന് പറയുന്നു. അപ്പോൾ ടിമ്പറിന് പകരമായിട്ട് സ്റ്റീൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കെഫോൾഡിംഗ് സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും. അല്ലേ, ഫിഗർ കണ്ട ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അല്ലേ. സ്റ്റീൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നമ്മളുടെ കൺസ്ട്രക്ഷനിലൊക്കെ ഒരുപാട് നമ്മൾ സ്റ്റീൽ സ്കെഫോൾഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം അതിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മുടെ ടിമ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ നമ്മൾ അതാ പറയുന്നത് സ്റ്റീൽ ട്യൂബ്സ് ക്യാൻ ബി എഫക്റ്റീവ്ലി യൂസ്ഡ് ഫോർ ദ സ്കെഫോൾഡിംഗ് വർക്ക്. ആൻഡ് ദ സ്റ്റീൽ ട്യൂബ്സിൻ്റെ ഡയമീറ്റർ വരുന്നത് അബൌട്ട് 40 mm to 50 mm ആണ്. ആൻഡ് തിക്നെസ് വരുന്നത് അബൌട്ട് 5 mm ആണ്. യൂസ് ചെയ്യുന്ന സ്റ്റീൽ ട്യൂബിൻസിൻ്റെ ഡയമെൻഷൻ ആണ് പറഞ്ഞത്. ഡയമീറ്റർ 40 mm to 50 mm ആണ്, തിക്നെസ് 5 mm ആണ്. ഓക്കെ, ആൻഡ് ദ ട്യൂബ്സ് ആർ അവൈലബിൾ ഇൻ സ്റ്റാൻഡേർഡ് ലെങ്ത് വിത്ത് സ്പെഷ്യൽ കപ്ലിങ്സ് ആൻഡ് സെറ്റ് സ്ക്രൂസ്. നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലെങ്ത്തിൽ സെറ്റ് സ്ക്രൂസും കപ്ലിംഗ് ഒക്കെ വരുന്ന രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, and the advantage of steel scaffolding are manifold. The scaffolding can be used up to any height. നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് ഹൈറ്റിൽ വന്നാലും നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രൂ ചെയ്തിട്ട് ഏതൊരു ഹൈറ്റിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് സ്ട്രോങ്, മോർ ഡ്യൂറബിൾ ആൻഡ് ഈസിലി ഇറക്റ്റഡ് ആൻഡ് ഡിസ്മാൻഡിൽഡ്. നമ്മൾ സ്ക്രൂസ് ഒക്കെ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ ഇറക്റ്റ് ചെയ്യാനും അതുപോലെ ഡിസ്മാൻഡിൽ ചെയ്തെടുക്കാനും പറ്റും. ഡ്യൂറബിൾ ആണ്, സ്ട്രോങ് ആണ്. ആൻഡ് ഇറ്റ് ഹാസ് ഹൈ സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ എന്താണെന്നുള്ളത് അറിയാം അല്ലേ. അതായത് ഡിമോളിഷൻ കഴിഞ്ഞിട്ടുള്ള മെറ്റീരിയലിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ സ്ക്രാപ്പ് വാല്യൂ ഇവിടെ എന്താണ്, സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ ഹൈ വാല്യൂ ആണ്. ആൻഡ് ഇറ്റ് ഈസ് റെസിസ്റ്റൻസ് ടു ഫയർ. അപ്പോൾ ടിമ്പറിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്തായിരുന്നു, ഇറ്റ് ഈസ് നോട്ട് റെസിസ്റ്റൻറ്റ് ടു ഫയർ എന്നുള്ളതാണ്. ഇവിടെ സ്റ്റീൽ ആവുമ്പോൾ ഇറ്റ് ഈസ് റെസിസ്റ്റൻസ് ടു ഫയർ. ആൻഡ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഇനീഷ്യൽ കോസ്റ്റ് ഈസ് ഹൈ ആൻഡ് ഇറ്റ് റിക്വയേഴ്സ് സ്കിൽഡ് ലേബർ ആൻഡ് ഇറ്റ് ഓൾസോ റിക്വയേഴ്സ് പീരിയോഡിക്കൽ പെയിൻറ്റിങ്. കൊറോഷനൊക്കെ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് പീരിയോഡിക്കൽ പെയിൻറ്റിങ് ആവശ്യമാണ്. അതുപോലെ സ്കിൽഡ് ലേബേഴ്സ് വേണം ഇത് നമുക്ക് ഇറക്റ്റ് ചെയ്യണമെങ്കിൽ. അതുപോലെ ഇതെന്താണ്, ഇതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് ഒരുപാട് കൂടുതലായിരിക്കും ബാക്കിയുള്ള സ്കെഫോൾഡിങ്ങിന്, ബാക്കി ടൈപ്പ് ടിമ്പർ അതല്ലെങ്കിൽ വേറെ മെറ്റീരിയൽ വെച്ച് ചെയ്യുമ്പോഴതിനേക്കാളും ഇനീഷ്യൽ കോസ്റ്റ് ഹൈ ആയിരിക്കും. ഈ 3 കാര്യമാണ് ഡിസഡ്വാൻറ്റേജിൽ വരുന്നത്. അഡ്വാൻറ്റേജിൽ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്, സ്ട്രോങ് ആണ്, ഡ്യൂറബിൾ ആണ്, ഈസിലി ഇറക്റ്റ് ചെയ്യാനും ഡിസ്മാൻഡിൽ ചെയ്യാനും പറ്റും, ഫയർ റെസിസ്റ്റൻ്റ് ആണ്, സ്ക്രാപ്പ് വാല്യൂ ഹൈ ആണ്. അതുപോലെ നമുക്ക് ഏത് ഹൈറ്റിലേക്കും ഇതിനെന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ ഫിഗർ കാണിച്ചിട്ടുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് ടൈപ്പ് ഓഫ് സ്കെഫോൾഡിങ് ഈസ് പാറ്റൻഡ് സ്കെഫോൾഡിങ്. നമ്മൾ എല്ലാ വർക്കിലും അല്ലെങ്കിൽ എല്ലാ കൺസ്ട്രക്ഷനിലും വരുന്ന പോലെ പാറ്റൻഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാറ്റൻഡ് സ്കെഫോൾഡിങ്സ് മെയ്ഡ് ഓഫ് സ്റ്റീൽ വിത്ത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ്
കപ്ലിങ്സ് ആൻഡ് ഫ്രെയിംസ് ആർ അവൈലബിൾ. സ്പെഷ്യൽ ടൈപ്പിലുള്ള കപ്ലിങ്സും ഫ്രെയിംസും ഒക്കെ കൊടുത്തിട്ടുള്ള സ്റ്റീൽ കൊണ്ട് മെയ്ഡ് ചെയ്തിട്ടുള്ള പാറ്റൻറ്റഡ് സ്കെഫോൾഡിങ്ങും നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആൻഡ് ദ വർക്കിംഗ് പ്ലാറ്റ്ഫോം ഈസ് സപ്പോർട്ടഡ് ഓൺ എ ബ്രാക്കറ്റ് വിച്ച് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ടു എനി സ്യൂട്ടബിൾ ഹൈറ്റ്. ഏതൊരു ഹൈറ്റിലേക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബ്രാക്കറ്റിലാണ് നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളത്, നമ്മുടെ വർക്കിംഗ് പ്ലാറ്റ്ഫോം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് സ്ക്രൂസും ഈ ഫ്രെയിംസൊക്കെ വരുന്ന സമയത്ത് ആ സ്ക്രൂസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ ലെവലും എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ആവശ്യത്തിനനുസരിച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് പാറ്റൻറ്റഡ് സ്കെഫോൾഡിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി മെയിനായിട്ട് നമ്മൾ 7 സ്കെഫോൾഡിങ് പഠിച്ചു. സിംഗിൾ സ്കെഫോൾഡിങ്, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ പോയിന്റ് അത് ബ്രിക്ക് വർക്കിനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ പറഞ്ഞത് ഡബിൾ സ്കെഫോൾഡിങ്, അത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, മേസൺ വർക്ക്, സ്റ്റോൺ വർക്കിനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ക്യാൻറ്റിലിവർ സ്കെഫോൾഡിങ് പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞിട്ട് സസ്പെൻഡഡ് സ്കെഫോൾഡിങ് പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞിട്ട് ട്രസിൽ സ്കെഫോൾഡിങ് പറഞ്ഞു. ദെൻ ലാസ്റ്റ് നമ്മളിപ്പോൾ ഏത് പറഞ്ഞു, പാറ്റൻറ്റഡ് സ്കെഫോൾഡിങ് പറഞ്ഞു. ദെൻ സ്റ്റീൽ സ്കെഫോൾഡിങ് പറഞ്ഞു. അപ്പോൾ ഇതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ സ്കെഫോൾഡിങ്ങും എവിടെയാണ് യൂസ്, അതിൻ്റെ ആപ്ലിക്കേഷനാണ് കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ സിംഗിൾ സ്കെഫോൾഡിങ്, നമ്മളുടെ ആപ്ലിക്കേഷൻ വരുന്നത് ബ്രിക്ക് മെസൻട്രി അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിക്ക് വർക്കാണ്. സെക്കൻഡ് വൺ ഡബിൾ സ്കെഫോൾഡിങ്, അതിൽ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് മേസൺ സ്കെഫോൾഡിങ്, അതല്ലെങ്കിൽ എന്തായിരുന്നു ഇൻഡിപെൻഡൻറ്റ് സ്കെഫോൾഡിങ് എന്ന്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റോൺ വർക്കുകൾക്കാണ്. ആൻഡ് തേർഡ് വൺ സ്റ്റീൽ സ്കെഫോൾഡിങ് എവിടെയാണ് സ്യൂട്ടബിൾ ആവുന്നത് എന്നുള്ളതെന്ന് ഓർത്തിരിക്കുക. ഫോർ ഇറക്ഷൻ ഓഫ് RCC ഓർ സ്റ്റീൽ കോളം ഓർ ബീംസ് ഇൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വർക്ക്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വർക്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് RCCൻ്റെ അല്ലെങ്കിൽ സ്റ്റീൽ കോളം അല്ലെങ്കിൽ RCC ബീംസ്, RCC കോളം, സ്റ്റീൽ ബീം, സ്റ്റീൽ കോളം, ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സ്റ്റീൽ സ്കെഫോൾഡിങ് യൂസ് ചെയ്യുന്നത്. ആൻഡ് സസ്പെൻഡഡ് സ്കെഫോൾഡിങ് പെയിൻറ്റിങ് ആൻഡ് റിപ്പയറിംഗ് വർക്ക്സ് ഔട്ട്സൈഡ് ദ റൂംസ് ഓർ ഓൺ ആൻ എക്സ്റ്റേണൽ വാൾസ്. സസ്പെൻഡഡ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, റൂഫിൽ നിന്നും സസ്പെൻഡഡ് ആയിട്ടാണ് വർക്കിംഗ് പ്ലാറ്റ്ഫോം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സ്കെഫോൾഡിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ദ റൂംസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ വാൾസിൻ്റെ പെയിൻറ്റിങ്ങിനും റിപ്പയറിംഗ് വർക്ക്സിനൊക്കെ വേണ്ടിയിട്ടാണ്. ആൻഡ് ലാസ്റ്റ് ക്യാൻഡിലിവർ സ്കെഫോൾഡിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പർ പോർഷൻ ഓഫ് ദ വാൾ ഈസ് അണ്ടർ കൺസ്ട്രക്ഷൻ. ഒരു വാളിൻ്റെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ അപ്പർ പോർഷൻ കൺസ്ട്രക്ഷൻ വർക്കിലാണ് എന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ക്യാൻഡിലിവർ സ്കെഫോൾഡിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് സ്കെഫോൾഡിങ്ങും അതിൻ്റെ ഓർനെയിംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടാതെ നമ്മൾ എന്തും പഠിക്കണം, അത് ഏത് സ്ഥലത്താണ് നമുക്ക് ആപ്ലിക്കബിൾ ആവുന്നത് എന്നുള്ളതും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം. ഇനി നമുക്ക് ഒരു സ്കെഫോൾഡിങ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നോക്കാനുള്ളത്. ഇതിൽ ഫസ്റ്റ് വരുന്ന പോയിൻ്റാണ് ബെഡിങ് ഓഫ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ബെഡിങ് ഓഫ് സ്റ്റാൻഡേർഡ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ്സ് എവിടെയാണ് ഇറക്റ്റ് ചെയ്ത്, ഗ്രൗണ്ടിലാണ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഫേം ഗ്രൗണ്ടിലല്ല നമ്മൾ സ്റ്റാൻഡേർഡ്സ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ നമ്മൾ ബേസ് പ്ലേറ്റുകൾ കൊടുക്കണം. ഈ സ്റ്റാൻഡേർഡിന് താഴെയായിട്ട് ബേസ് പ്ലേറ്റുകൾ കൊടുക്കണം. ഈ ബേസ് പ്ലേറ്റിന് മുകളിൽ കറക്റ്റ് ലെവലായിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ സ്റ്റാൻഡേർഡുകൾ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ ബേസ് പ്ലേറ്റ് അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്റ്റീൽ സോൾ പ്ലേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു വലിയ പ്ലേറ്റ് ആണ്. ഈ ഒരു സ്റ്റീൽ സോൾ പ്ലേറ്റിൻ്റെ മുകളിലാവും നമ്മളുടെ എല്ലാ ബേസ് പ്ലേറ്റുകളും റെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ബെഡിങ് ഓഫ് സ്റ്റാൻഡേർഡിൽ എന്താ ചെയ്യുന്നത്, ഈ സ്റ്റാൻഡേർഡ്സിനെ നമ്മൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഫേം ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ നമ്മൾ ബേസ് പ്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സെക്കൻഡ് വൺ ആണ് ലോഡിംഗ് എന്ന് പറയുന്നത്. ലോഡിംഗ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു സ്കെഫോൾഡിംഗ് എന്താണ്, ഒരു പെർമനൻറ്റ് സ്ട്രക്ചറാണോ ടെമ്പററി സ്ട്രക്ചറാണോ, ഒരു ടെമ്പററി സ്ട്രക്ചറാണ്. അപ്പോൾ ഒരു ടെമ്പററി സ്ട്രക്ചറിൽ ഒരിക്കലും ഒരു ഹെവി ലോഡിംഗ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ലോഡിങ് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈവൻ നമ്മൾ സിംഗിൾ സ്കെഫോൾഡിങ്ങിൻ്റെ കേസൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു പൂട്ട് ലോഗ്സ് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്, ഒരെൻഡ് വാളിലും ഒരെൻഡ് ലെഡ്ജേഴ്സിലുമാണ് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വാളിൽ നമ്മൾ പൂട്ട് ലോഗ്സ് കൊടുക്കുന്ന സമയത്ത് ആ വാൾ എന്താണ്, നമ്മൾ ഫ്രഷ്ലി കൺസ്ട്രക്ട് ചെയ്ത വാളാണല്ലേ. അപ്പോൾ അതിൽ ലോഡ് കൂടിയാൽ എന്താവും, സ്ട്രക്ചർ ഫെയിൽ ആവാനുള്ള സാധ്യത ഉണ്ടാവും. അതുകൊണ്ട് ലോഡിങ് എങ്ങനെയാണ്, ലൈറ്റ് ലോഡിങ്ങേ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ.
ദെൻ തേർഡ് വൺ ടൈയിങ് ഇൻ സ്കെഫോൾഡ് എന്ന് പറയുന്നത്. ടൈയിങ് ഇൻ സ്കെഫോൾഡ് എന്ന് വെച്ചാൽ നമ്മളുടെ ഓരോ ഹൈറ്റ് കൂടുന്തോറും നമ്മൾ ഈ സ്കെഫോൾഡിനെ ബിൽഡിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ലെവൽസുമായിട്ട് ടൈ ബാക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതായത് ഒരു സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ടൈ ബാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് റേക്കർ. നമ്മൾ കമ്പോണൻസ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് റേക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഡിഫറെൻറ്റ് ട്യൂബ്സ് കൊടുത്തിട്ട് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ട്യൂബ്സ് ഒക്കെ കൊടുത്തിട്ട് ഡിഫറെൻറ്റ് ബിൽഡിംഗ് ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കെഫോൾഡിങ്ങിന് ടൈ ബാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് റൈസിങ് എന്ന് പറയുന്നത്. റൈസിംഗ് എന്ന് വെച്ചാൽ നമ്മളുടെ വർക്ക് പ്രൊസീഡ് ചെയ്യും തോറും, മുന്നോട്ട് പോകും തോറും നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ്സിൻ്റെ ഹൈറ്റ് ഇങ്ങനെ കൂട്ടി കൊടുക്കണം. കൂടാതെ പുതിയ ലെഡ്ജേഴ്സും പുട്ട്ലോക്സും ഒക്കെ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളുടെ വർക്കിനനുസരിച്ച് എന്ത് ചെയ്യണം, ആ വർക്കിംഗ് പ്ലാറ്റ്ഫോമും നമ്മൾ എന്ത് ചെയ്യണം, റൈസ് ചെയ്ത് കൊടുക്കണം. അതാണ് പറയുന്നത് റൈസിങ് എന്നുള്ളതുകൊണ്ട്. ദെൻ ഫിനിഷിംഗ് എന്ന പോയിന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഈ പുട്ട്ലോക്സ് അല്ലെങ്കിൽ ലെഡ്ജസ് എന്തെങ്കിലുമൊക്കെ വാളിൽ ഹോൾസ് കൊടുത്തിട്ടുണ്ടാവും, കണക്ട് ചെയ്യുന്നുണ്ടാവുക. ലെഡ്ജേഴ്സ് അല്ല, സോറി, പുട്ട്ലോക്സ് അങ്ങനെ അല്ലെങ്കിൽ റേക്കറൊക്കെ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വാളിൽ ഹോൾസ് കൊടുത്തിട്ടാവും സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളുടെ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, സ്കെഫോൾഡൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ആ വാള് ആ ഹോൾസൊക്കെ പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്ത് എന്ത് ചെയ്യണം, ഫിനിഷ് ചെയ്തെടുക്കണം എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ സ്പേസിങ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. സ്പേസിങ് ഓഫ് സ്റ്റാൻഡേർഡ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നമ്മൾ സ്ട്രക്ചേഴ്സിൽ RCC സ്ട്രക്ചേഴ്സിലൊക്കെ പറയുന്ന പോലെ തന്നെ ദെൻ സ്പേസിങ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്, അവിടെ വരുന്ന ലോഡിങ്ങിനെയാണ്. അപ്പോൾ ചെറിയ ലോഡാണെങ്കിൽ എന്താവും, സ്പേസിങ് വളരെ കൂടുതലായിരിക്കും. ഹെവി ലോഡ് വരുന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ്സ് തമ്മിലുള്ള സ്പേസിങ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, അല്ലേ? തൊട്ടടുത്ത് വേണം നമ്മൾ സ്റ്റാൻഡേർഡ്സ് പ്ലേസ് ചെയ്യാൻ ഹെവി ലോഡ് വരുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ മാക്സിമം സ്പേസിങ് ഓഫ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് 3 മീറ്ററാണ്. മാക്സിമം സ്പേസിങ് ഓഫ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് 3 മീറ്ററാണ്. ആൻഡ് ദ സ്പേസിങ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ ലോഡിങ്. ഫോർ ഹെവി ലോഡ് സ്പേസിങ് ഈസ് ലെസ് ആൻഡ് ഫോർ ലൈറ്റ് ലോഡ് സ്പേസിങ് ഈസ് മോർ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് മിസലേനിയസ് സ്ട്രക്ചേഴ്സ്. അതായത് ഇപ്പം നമ്മൾ ജനറലായിട്ട് ഓരോ സ്ട്രക്ചേഴ്സിനും ഏതൊക്കെ യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതല്ലാതെ ഈ ചിമ്മിനി, ഡോം, ടവർ അങ്ങനെയുള്ള സ്പെഷ്യൽ സ്ട്രക്ചേഴ്സൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പെഷ്യൽ സ്കെഫോൾഡിംഗ് ആവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അത്രയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ബെഡിങ് ഓഫ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ ബേസ് പ്ലേറ്റ്സ് സ്റ്റാൻഡേർഡ്സിന് കൊടുക്കുക. അതായത് സ്റ്റാൻഡേർഡ്സിൻ്റെ താഴെ ആയിട്ട് ഒരു നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഫേം ഗ്രൗണ്ട് കൊടുക്കുന്ന രീതിയിൽ കൊടുക്കണം. ദെൻ ലോഡിങ് ഡിപ്പെൻഡ്സ് ദാറ്റ് ലൈറ്റ് ലോഡിങ് ആവണം കൊടുക്കേണ്ടത്. ദെൻ ടൈയിങ് ഇൻ സ്കെഫോൾഡ് എന്ന് വെച്ചാൽ ടൈ ബാക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് അതുപോലെ സ്പേസിങ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ ലോഡിങ്. അതിൽ മാക്സിമം സ്പേസിങ് ഓഫ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് 3 മീറ്ററാണ്. പിന്നെ ഫിനിഷിങ്ങും റൈസിങ്ങും ഒക്കെ നമുക്ക് ജനറലായിട്ട് അറിയാവുന്നതാണ്. നമ്മളുടെ വർക്കിനനുസരിച്ച് സ്റ്റാൻഡേർഡ്സ് റൈസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ പുതിയ ലെഡ്ജേഴ്സും പുട്ട്ലോക്സൊക്കെ കൊടുക്കണം. വർക്കിംഗ് പ്ലാറ്റ്ഫോമും നമ്മൾ റൈസ് ചെയ്ത് കൊടുക്കണം. ഫിനിഷിംഗ് എന്ന് വെച്ചാൽ നമ്മൾ വാളിൽ ഹോൾസ് വെച്ചിട്ടാണ് ഏതെങ്കിലും കമ്പോണൻറ്റ് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ സ്കെഫോൾഡിങ് അല്ലെങ്കിൽ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്കെഫോൾഡിങ് റിമൂവ് ചെയ്തിട്ട് നമ്മളുടെ വാൾ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കണം. ഹോൾസ് എല്ലാം കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തിട്ട്. ആൻഡ് മിസലേനിയസ് സ്ട്രക്ചേഴ്സിൽ നമ്മൾ പറഞ്ഞു ചിമ്മിനി, ഡോം, ടവർ പോലെയുള്ള സ്പെഷ്യൽ സ്ട്രക്ചേഴ്സാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, സ്പെഷ്യൽ സ്കെഫോൾഡിംഗ് ആണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്കെഫോൾഡിംഗ് എന്നുള്ള ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഷോറിംഗ് ആണ്. അപ്പോൾ സ്കെഫോൾഡിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഞാൻ ഒന്നും കൂടെ സമ്മപ്പ് ചെയ്ത് പറയാം. ഫസ്റ്റ് നമ്മൾ സ്കെഫോൾഡിങ് എന്താണെന്ന് പറഞ്ഞു. സ്കെഫോൾഡിങ് എന്താണ്, നമ്മളുടെ ഹൈറ്റ് ഫ്ലോർ ലെവലിനേക്കാളും 1.5 മീറ്ററിൽ കൂടുതൽ വരുന്ന സമയത്ത് നമ്മളൊരു വർക്കിംഗ് പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലോ അതല്ലെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയൽസും പ്ലാൻസും ഒക്കെ കീപ്പ് ചെയ്യാനുള്ള ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് എന്നുള്ള രീതിയിലോ കൊടുക്കുന്ന ഒരു ടെമ്പററി സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്കെഫോൾഡിംഗ് എന്ന് പറയുന്നത്. ആ സ്കെഫോൾഡിംഗ് നമുക്ക് കൺസ്ട്രക്ഷനും ഡിമോളിഷനും അതുപോലെ റിപ്പയർ മെയിൻ്റനൻസ് വർക്കുകൾക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് സ്കെഫോൾഡിംഗ് പഠിച്ചു. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെർട്ടിക്കൽ മെമ്പറിനെ നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്നാണ് പറയുക.
ദെൻ ഹൊറിസോണ്ടൽ മെമ്പറിനെ നമ്മൾ ലെഡ്ജേഴ്സ് എന്ന് പറയും. ദെൻ ലെഡ്ജേഴ്സിൻ്റെ മുകളിൽ സപ്പോർട്ട് ആയിട്ട് കൊടുക്കുന്ന ട്രാൻസ്വേഴ്സ് പീസിനെ നമ്മൾ പുട്ട്ലോക്സ് എന്ന് പറയും. അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ അതല്ലാതെ റേക്കർ, ബ്രേസസ്, ദെൻ ട്രാൻസംസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു. ദെൻ ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് ടൈപ്പ് ഓഫ് സ്കെഫോൾഡിങ് എന്ന് പറയുന്നത്. അതിൽ 7 ടൈപ്പ് പഠിച്ചു. ദെൻ ലാസ്റ്റ് നമ്മൾ ഒരു സ്കെഫോൾഡിങ് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോർഷൻ ഷോറിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇത് ഷോറിങ്ങും ഇതുപോലെ എന്താണെന്നും അതിലെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്, ഡിഫറെൻറ്റ് ടൈപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം.